നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ കരുതി നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഇതൊക്കെ കുഴിച്ചു മൂടിയ ആളുകളായിരിക്കും നമ്മളിൽ പലരും. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഇത് വലിയൊരു പ്രശ്നമാണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങും കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ അവരെയൊക്കെ പിന്നോട്ടേക്ക് വലിക്കുന്നത് ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. എനിക്ക് എൻ്റെ ബിസിനസ്സുകാരോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ ജഡ്ജ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ ആക്ച്വലി അവർ ജീവിതത്തിൽ ഒന്നും ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല, ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇവരെ പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ അവിടെ നഷ്ടപ്പെടുത്തുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ സഫർ ചെയ്യുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ഈ മറ്റുള്ളവരെ പേടിച്ച് സൈലൻ്റ് ആയിരുന്നാൽ ആർക്കാണ് നഷ്ടം? ഇതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത്, യുവർ കോമ്പറ്റീറ്റേഴ്സ് ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ യുവർ നിഷ്. നിങ്ങളുടെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റിയൊരു അവസരം അവിടെ നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഇത് മുതലെടുക്കുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. രണ്ടാമത്തത്, യുവർ നോളജ് സ്റ്റേസ് ഹിഡൻ. നിങ്ങളുടെ നോളജ് അവിടെ തന്നെ കിടക്കും, യാതൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വെള്ളം കോരുന്ന കിണറിലാണ് ഉറവ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ അടുത്തത് പഠിക്കുള്ളൂ, നമ്മൾ അറിവും ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല, മറ്റുള്ളവരെ പേടിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, നമ്മളുടെ നോളജ് അവിടെ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്, നമ്മളുടെ വളർച്ച അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തത്, യു ലൂസ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമെന്ന്, ചിലപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് അതിനുള്ള സമയം പോലും ഉണ്ടാവില്ല. അവസരം നഷ്ടപ്പെടുന്നത് അവർക്കല്ല, നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ മാത്രമാണ് ഇതിന് സഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇനി എനിക്ക് ബിസിനസ്സുകാരോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഹൗ ടു ഓവർകം ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഓൺട്രപ്രണേഴ്സിനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്നുള്ളത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ഫസ്റ്റ് വീഡിയോ കൊണ്ടുള്ള കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അവർക്കാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യത്തെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്കാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഇതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഹെൽപ്പിംഗ് വൺ പേഴ്സൺ. നിങ്ങൾ ലോകത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റിലേക്ക് മാക്രോ ലെവലിൽ ചിന്തിക്കുമ്പം അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, ഒരുപാട് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുള്ളൊരു പ്രശ്നം വരും. നേരെ മറിച്ച് ഞാൻ ഒരാളെ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളൊരു സെയിൽസിൽ മീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ സംസാരിക്കും. ആളുകൾ കൂടുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മൈൻഡ് സെറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക, ഐ ആം ഹെൽപ്പിംഗ് ഓൺലി വൺ പേഴ്സൺ. ഞാൻ ഒരാളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ്, അയാളെ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കോണ്ടന്റ് ഡെലിവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് കേസായിട്ട് വരിക, കുറേ ക്രിറ്റിസിസം വരും. കോണ്ടൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലരും ഫേസ് ചെയ്യും, കുറേ നെഗറ്റീവ് കമൻ്റൊക്കെ വരും. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ ഇങ്ങനെ പലരും ക്രിട്ടിസൈസ് ചെയ്താൽ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ ഗ്രോത്തിലേക്ക് വരുള്ളൂ. ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ നിർത്തിപ്പോവുകയല്ല വേണ്ടത്, നേരെ മറിച്ച് അതിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോളൂ. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് 1 മിനിറ്റ് ഷോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇപ്പം നാസ് ഡെയിലി, കുന്നംകുളം മോഡൽ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ നിർത്തിപ്പോവുകയാണെങ്കിൽ ഇന്ന് എൻ്റെ കുടുംബം പട്ടിണിയാവും. ഈ കമൻ്റ് അടിച്ച ആളുകൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ഇത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക, ഇത് നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒരു പടിയായിട്ട് അങ്ങോട്ട് മാറ്റുക. നാലാമത്തെ കാര്യം, റിപ്പീറ്റേഷൻ ക്രിയേറ്റ് കോൺഫിഡൻസ് ആണ്. നമ്മളൊരു കാര്യം ഒരു പ്രാവശ്യം ചെയ്യുന്നു, 2 പ്രാവശ്യം ചെയ്യുന്നു, 3 പ്രാവശ്യം ചെയ്യുന്നു, ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൽ മാസ്റ്റർ ആവും. ഒബ്വിയസ്ലി നമുക്കൊരു കോൺഫിഡൻസ് നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. നിങ്ങൾ ആദ്യത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആദ്യത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആവും, മൂന്നാമത്തെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. നമ്മളിങ്ങനെ ഗ്രാജ്വലി ബ്രിക്ക് ബൈ ബ്രിക്കായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് കൂടണമെങ്കിൽ നിങ്ങൾ അതിനുള്ള പേഷ്യൻസ് കാണിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കണം. 2026 നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങൾ ഇൻവിസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സോ മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുന്നു കരുതി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഡിസിഷനാണ്.
Don't let fear of judgment stop your growth journey.